ഡിയർ ഫ്രണ്ട്സ്, കേരളം ഫേസ് ചെയ്യുന്ന ഈ ദുരന്തത്തിൽ ഫേസ്ബുക്ക് കൂട്ടായ്മ എന്ത് ചെയ്യാൻ കഴിയും, ഇന്നത്തെ നാട്ടിലെ യുവാക്കൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ചു കൊടുത്ത ആൾക്കാരാണ് നമ്മൾ. പക്ഷേ ഫേസ്ബുക്കിലൂടെ ചില ഫേക്ക് മെസ്സേജസും ഇങ്ങനെ പടരുന്നുണ്ട്, പല ഫേക്ക് മെസ്സേജസും പടരുന്നുണ്ട്. അതിലൊന്നാണ് സോഡിയം പോളി അക്രിലേറ്റ് എന്നുള്ള രാസവസ്തു, ആ ഒരു കെമിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം റിമൂവ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു മെസ്സേജ്. ശരിയാണ്, സോഡിയം പോളി അക്രിലേറ്റ് ഒരു ഒരു ജെൽ ഫോമിങ് മെറ്റീരിയലാണ്, അത് വെള്ളം അബ്സോർബ് ചെയ്യും എന്നുള്ളതാണ്. അത് അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഡയപ്പേഴ്സിലും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിലും മൈനർ ക്വാണ്ടിറ്റി, ചെറിയ ക്വാണ്ടിറ്റിയിൽ സോഡിയം പോളി അക്രിലേറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ചിലപ്പോൾ ഈ നമ്മളിപ്പോൾ വീടൊക്കെ വിട്ടു പോകുമ്പോൾ ഈ ചെടികൾക്ക് നനവ് എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് ഈ ജെൽസിൽ നമ്മൾ വെള്ളത്തിൽ ഈ പറയുന്ന സോഡിയം പോളി അക്രിലേറ്റ് ജെൽസ് നമുക്ക് റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടും. അത് നമ്മൾ പൊടി രൂപത്തിലല്ല, ഒരു ചെറിയ ബോൾസിൻ്റെ രൂപത്തിൽ മേടിക്കാൻ കിട്ടും. അത് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഇത് വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് ആ ചെടികൾക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം എന്നല്ലാതെ ഒരു ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഇത് വീടിൻ്റെ അകത്ത് വെള്ളമുണ്ടെന്നാണെങ്കിൽ വീടിൻ്റെ അകത്ത് വെള്ളത്തിലേക്ക് ഈ കുറച്ച് പൊടി നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കലക്കി ഇട്ടിട്ട് അത് പിന്നീട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ജെല്ല് ഫോം ചെയ്തിട്ട് ആ ജെല്ല് കംപ്ലീറ്റ് ആയിട്ട് തുടച്ച് മാറ്റാം എന്ന് പറയുന്നത് നമ്മൾ ഒന്നും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യണം നമ്മൾ. ഒരു ഫ്ലഡ് റിലീഫിനൊക്കെ നോർമലി ഇത് യൂസ് ചെയ്യാറുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുന്ന രീതി ഇങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചാക്കിൻ്റെ അകത്ത് ഒരു വലിയ മെറ്റീരിയലാക്കി ആ ചാക്ക് ഒരു മതില് പോലെ കെട്ടി വരുന്ന വെള്ളം ആ ചാക്കിൽ അബ്സോർബഡ് ആവുകയാണ് ചെയ്യുന്നത്. ആ ഒരു അതിൻ്റെ പ്രോസസ്സ് തന്നെ വേറെയാണ്. യൂട്ടിലിറ്റി ഒന്നാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ദ പ്രോസസ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇപ്പോൾ നമ്മൾ ലാബിൽ ഇത് ചെയ്യുന്ന മാതിരി നമ്മൾ കൃത്യമായിട്ട് വെള്ളം മാത്രമായിട്ട് എടുത്തിട്ട് ഈ സോഡിയം പോളി അക്രിലേറ്റ് ഈ ജെൽ ഫോമിങ് മെറ്റീരിയൽ വെള്ളത്തിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ട് ജെല്ല് ഫോം ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഈസിനെസ് ആയിരിക്കില്ല നമ്മുടെ വീട്ടിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനൊരു ഫോർവേഡ് മിസ്റ്റ്, അങ്ങനൊരു ഒരു ഒരു വീഡിയോ വരുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും വെറുതെ വെച്ച് ഇത് ഇടുന്നത് തന്നെ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഏകദേശം ഒരു കിലോയ്ക്ക് ഏകദേശം ഒരു 150 രൂപയോ 200 രൂപയോ അത്രയോ, ഞാൻ വില കൃത്യമായിട്ട് അറിയില്ല, അത്രയും വില കൊടുത്ത് ഈ സാധനം മേടിച്ചിട്ട് നിങ്ങൾ ഈ ചെളിയും ഒരുപാട് മലിന വസ്തുക്കളും കലർന്ന ഈ വെള്ളത്തിൻ്റെ അകത്ത് ഇത് എന്തുമാത്രം ജെൽ ഫോർമേഷൻ കേപ്പബിലിറ്റി ഇത് കാണിക്കുമെന്നുള്ളത് വളരെ പ്രസക്തമാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഓൾറെഡി ചെളിയുണ്ട്, അതിൻ്റെ കൂടെ ഒരു സോളിഡ് വേസ്റ്റ് മെറ്റീരിയലായിട്ട് ഇത് മാറുകയാണ്. അപ്പോൾ ആൾക്കാർ പറഞ്ഞ് ഉപ്പിട്ടാലോ അയഡിനിട്ടാലോ അയഡൈസ്ഡ് ഉപ്പിട്ടാലോ ഇതിൽ നിന്നൊക്കെ വെള്ളം പുറത്തേക്ക് കളയാൻ പറ്റില്ലേ എന്നൊക്കെ ആൾക്കാർ. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളുടെ വീടിൻ്റെ അകത്ത് മുഴുവനും വെള്ളമാണ്, നിങ്ങൾ കുറേ സോഡിയം പോളി അക്രിലേറ്റ് അതിൻ്റെ അകത്ത് ഇട്ടു. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം ജെല്ലായി തന്നെ കരുതുക. ഇപ്പോൾ ഇൻ കേസ് ജെൽ ഫോർമേഷൻ കറക്റ്റായിട്ട് നടന്നെങ്കിൽ, ചെളി ഉണ്ടായിട്ടും ജെൽ ഫോർമേഷൻ നടന്നെങ്കിൽ ജെല്ലായിട്ട് തന്നെ കരുതുക. ഇതൊരു സോളിഡ് മെറ്റീരിയലാണ്. ഇത് നിങ്ങൾ എവിടെ കൊണ്ടേ കളയും? ഒന്നാമത് വീടിൻ്റെ അകത്ത് ഉപയോഗശൂന്യമായ ഒരുപാട് സോളിഡ് മെറ്റീരിയൽസ് ഇനി കളയാനിരിക്കുന്നു. ഇത് എവിടെ ചെന്ന് കളയും എന്നുള്ളത് ഇപ്പോൾ ഒരു പ്രോബ്ലമാണ്, നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ പിന്നെയും ഒരു സോളിഡ് മെറ്റീരിയൽ പ്രകൃതിക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് നമ്മളൊരു രാജസ്ഥാൻ മരുഭൂമിയിലോ നമ്മൾ ദുബായിലോ അങ്ങനെ എന്തെങ്കിലും ചെന്ന് കളയുകയാണെങ്കിൽ ശരിയാണ്, നമ്മൾ എന്തെങ്കിലും പിന്നെയും ഇതിൻ്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ നടത്തിയിട്ട് ഇതിൻ്റെ വാട്ടർ കംപ്ലീറ്റ് ആയിട്ട് കളയുകയാണെങ്കിൽ പിന്നെയും നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് പറയാം. പക്ഷെ എന്നാലും കെമിക്കൽ നമ്മൾ എൻവയൺമെൻറ്റിലേക്ക് റിലീസ് ചെയ്തു എന്നുള്ളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെയും വെള്ളം പോയി എന്ന് പറയാം. പക്ഷെ നിങ്ങളിത് എവിടെ റിലീസ് ചെയ്ത് കഴിഞ്ഞാലും വെള്ളമില്ലാത്ത ഏരിയയിൽ നിങ്ങൾക്ക് ഇത് റിലീസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ ചുറ്റുപാട് അങ്ങനെ, നിങ്ങളുടെ ക്ലൈമറ്റ് അങ്ങനെയാണോ എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ക്ലൈമറ്റ് അങ്ങനെയാണോ എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പം ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം ഈ വാട്സാപ്പിൻ്റെ സ്റ്റേറ്റസിൽ കാണുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ പകരുന്ന ഈ വക വീഡിയോസ് നമ്മൾ നോക്കാൻ. ഇൻ കേസ് ഇത് ബൾക്കായിട്ട് നേരത്തെ പോലെ ചാക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ പറയുന്ന മെറ്റീരിയൽ ഒരു ചാക്കിൻ്റെ അകത്ത് നിറച്ച് ആ മെറ്റീരിയൽ ചാക്കിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് കൂട്ടിയിട്ട് പിന്നെ വെള്ളത്തിലേക്ക് കൊണ്ടിടുക, അതൊക്കെ അങ്ങനെയൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ എന്തെങ്കിലും അതിൻ്റെ ഒരു നേതൃത്വത്തിൽ അങ്ങനെ എന്തെങ്കിലും മൂവ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ, അതും ഭയങ്കര വെള്ളമുള്ള സ്ഥലത്തൊന്നും നടക്കില്ല, വളരെ മൈനർ ക്വാണ്ടിറ്റീസ് ഉള്ള വെള്ളമുള്ള സ്ഥലത്ത് മാത്രമേ ഇങ്ങനെ മൂവ്മെൻ്റ് ഒക്കെ നടക്കുള്ളൂ. അങ്ങനെയുള്ള മൂവ്മെൻറ്റ്സിൽ ഇത് നടക്കുകയാണെങ്കിൽ അത് ഗവൺമെൻറ് ആയിട്ട് ചെയ്യട്ടെ. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പൈസ കൊടുത്ത് ഇത് മേടിച്ച് നമ്മുടെ വീടിൻ്റെ അകത്ത് ഇതൊക്കെ ഇട്ട് ഇത് അവസാനം വളരെ സോളിഡ് മെറ്റീരിയലാണ്. ഈ സോളിഡ് മെറ്റീരിയൽ നിങ്ങൾ എടുത്ത് കളയാൻ പോകുന്ന അവിടെ തന്നെയാണ്, നിങ്ങളുടെ സറൗണ്ടിങ്സിൽ തന്നെയാണ്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, നമുക്ക് പരിചയമില്ലാത്തൊരു കെമിക്കൽ, ഒരുപക്ഷെ ഭൂമിക്ക് ഡയറക്റ്റായിട്ട് പരിചയമില്ലാത്തൊരു കെമിക്കൽ നമ്മൾ ഒരിക്കൽ എൻവയൺമെൻറ്റിലേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് റിലീസ്ഡ് ഫോർ എവർ. അത് എന്നേക്കുമായി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ വക ഗിമിക്സിലൊന്നും വീഴാണ്ട് ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഉത്തരവുണ്ടെങ്കിൽ മാത്രം അവരുടെ സപ്പോർട്ടോട് കൂടി മാത്രം നിങ്ങൾ ഈ വക കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് ന്യൂസിലൂടെ പറക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ്
പെരുമാറേണ്ടത്. രാത്രിയിൽ പോകരുത്, പോകുമ്പോൾ പാമ്പുണ്ടാകാൻ സാധ്യതയുണ്ട്, ഇന്നിന്ന രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അതിനുള്ള പ്രതിരോധ മരുന്നുകൾ നിങ്ങൾ എടുക്കണം മുതലായ ഒരുപാട് ഇൻഫോർമേഷൻസ് ന്യൂസിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധിച്ച് അതിനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീട്ടിലുള്ള വെള്ളവും ചെളിയും കളയാൻ ശ്രമിക്കുക. പരിചയമില്ലാത്തൊരു പുതിയ കെമിക്കൽ പുറത്ത് കൊടുക്കാണ്ടിരിക്കുക. നിങ്ങൾ പാക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ആ ഒരു ചൈനീസ് ബോൾസ് എന്നൊക്കെ പറഞ്ഞ അലങ്കാര വസ്തുക്കളൊക്കെ മെറ്റീരിയൽ ഇതിനോട് സിമിലർ മെറ്റീരിയലാണ്. ഇതേ മെറ്റീരിയൽ കിട്ടാറുണ്ട്, ഇതിനോട് സിമിലർ മെറ്റീരിയൽസ് കിട്ടാറുണ്ട്. പക്ഷേ അതൊക്കെ ഒരു സോളിഡ് ഫോമിലാണ്. പക്ഷേ നിങ്ങൾ പൗഡേർഡ് ഫോമിൽ, ഈ വീഡിയോ പ്രചരിക്കുന്ന പോലെ പൗഡേർഡ് ഫോമിൽ മേടിച്ച് കഴിഞ്ഞാൽ ഈ പൗഡർ നിങ്ങൾ ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാലോ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. നമ്മൾ ആവശ്യമില്ലാണ്ട് കൂടുതൽ റിസ്ക് എന്തിനെടുക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ പോകാണ്ട് നോർമൽ മെത്തേഡ്സ് മാത്രം യൂസ് ചെയ്യുക. ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോട് കൂടി, അവരുടെ എയ്ഡോട് കൂടി തരുന്ന കാര്യങ്ങളിൽ മാത്രം പോവുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുമാത്രമല്ല, ഒന്നും കൂടി ഈ കേരളത്തെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ച നമ്മുടെ ഫിഷർമെൻ മുക്കുവന്മാരും അതുപോലെ രാഷ്ട്രീയക്കാരും ഉണ്ടെങ്കിൽ അവരും പിന്നെ നമ്മുടെ മിലിറ്ററിയും പിന്നെ ഫേസ്ബുക്ക് കൂട്ടായ്മയും ഈ നാട്ടിൻ്റെ യുവാക്കളും യഥാർത്ഥത്തിൽ ഫേസ്ബുക്ക് നോക്കിയിരിക്കുന്നു, വാട്സാപ്പ് നോക്കിയിരിക്കുന്നു എന്നൊക്കെ പരാതി പറഞ്ഞ് എപ്പോഴും മുതിർന്നവർ കുത്തുന്ന യുവാക്കളാണ് യഥാർത്ഥത്തിൽ ഇതിൽ ഒരുപാട് പേര് ഇറങ്ങിത്തിരിച്ചത്. അപ്പോൾ ആ ഫേസ്ബുക്ക് കൂട്ടായ്മയ്ക്കും എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് നിർത്തുന്നു. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, വൺസ് എ കെമിക്കൽ ഇസ് റിലീസ്ഡ് ഓൺ ടു ദ എൻവയൺമെൻറ്റ് ഇറ്റ് ഇസ് റിലീസ്ഡ് ഫോർ എവർ. അതുകൊണ്ട് ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ഫേസ്ബുക്കിലൂടെയോ വാട്സാപ്പിലൂടെയോ പുറത്തേക്ക് വരുന്ന വീഡിയോസ് നോക്കിയിട്ട് നിങ്ങൾ ഉടനെ ആക്ട് ചെയ്യരുത്. അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിക്കുക. ശാസ്ത്രീയമായുള്ള മെത്തേഡ്സ്, ഡിസ്പോസ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട് എന്ന് ഗവൺമെൻറ് സ്ഥിരീകരിച്ച് അവരുടെ ഹെൽപ്പോടുകൂടി ആണെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് മേടിച്ച് ഇതൊന്നും ചെയ്യാണ്ടിരിക്കുക. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ കേരളം തിരിച്ചു കൊണ്ടുവരാം. Let us bring back Kerala, let us stand together.